വീട്ടിൽ ഉറങ്ങിക്കിടന്ന് തന്നെ എൻ്റെ അമ്മായി വന്ന് വിളിച്ചിട്ടേ വാവുന്ന 2 സാധനങ്ങൾ വാങ്ങിക്കാണ്ട് നമുക്ക് അലനല്ലൂർ വരെ ഒന്ന് പോവാന്ന് പറഞ്ഞിട്ടെ അങ്ങനെ ഇന്ന് മാറ്റി ചമ്മഞ്ഞ് പോണത് ഞങ്ങൾ അലനല്ലൂർക്ക്. പിന്നെ അത് ഈ ഒരു പെണ്ണിന്റെ കട കണ്ടാ വേണം മിഠായി, അങ്ങനെ 2 മിഠായി വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് വില്ലേജ് ഓഫീസിൽ കാണാം. അമ്മായിക്ക് എന്തോ ഒരു ആവശ്യത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയത്. പിന്നെ ഞങ്ങൾ അലനല്ലൂരിനുള്ള ഒരു തുണിക്കടയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്മായിക്ക് എന്തോ പരദയുടെ ചോട്ട് കിടന്ന പാന്റ് വാങ്ങണം എന്ന് പറഞ്ഞിട്ടെ അങ്ങനെ അതിന് വേണ്ടി പോയതായിരുന്നു. അങ്ങനെ പാന്റൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നപ്പോഴാണ് ഈ ഒരു ഭാഗം കണ്ടത്. ഇവിടെ എത്തിയപ്പോൾ ഞാനൊന്ന് സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത് കണ്ട് ആരായാലും എടുത്തു പോകുക. അപ്പൊ പിന്നെ അമ്മായിയുടെ ബില്ല് കടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഒരു ഷാൾ അടിച്ചു. പിന്നെ അതാ നമ്മളെ സ്ഥിരം കലാപരിപാടി, എവിടെങ്കിലും പോയാൽ പിന്നെ ബേക്കറി കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു സുഖം ഉണ്ടാവും. പിന്നെ അതാ ഞങ്ങൾ രണ്ടാളും ഓരോ അവിൽ മിൽക്കൊക്കെ ഓർഡർ ആക്കി കഴിച്ചിട്ടുണ്ട്. അവിൽ മിൽക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റേ ആളുടെ കണ്ണ് ബേക്കറിത്തെ ഓരോ മിഠായിമ കൂടിയായിരുന്നു. എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് കുത്തിരിക്കുക. പിന്നെ അതാ ബേക്കറി കൂടി ഫുള്ള് മണ്ടിയായിരുന്നു. എനിക്കത് വേണം, ആ മുട്ടായി വേണം, ഈ മുട്ടായി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാറ്റിന്നും ഓരോന്ന് വാങ്ങിക്കൊടുത്തത്. പിന്നെ കൈ നിറച്ച് മുട്ടായി ആയപ്പോൾ പിന്നെ ആള് ഫുള്ള് ഹാപ്പിയായി. പിന്നെ അവിടുന്ന് തന്നെ വീട്ടിലുള്ളവർക്ക് ഓരോ പാർസൽ അവൽ മിൽക്ക് വാങ്ങിച്ച് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അങ്ങനെ ടൈം ഒരുപാടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡിന് നല്ല ചിക്കൻ കറിയും വൈദ്യനങ്ങ ഉപ്പേരൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് അനിയത്തിക്ക് നല്ല ബ്രോസ്റ്റിന് പുതിയവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല, അങ്ങനെ പിന്നെ ഒരു ബ്രോസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ രണ്ടാൾക്കും വീട്ടിൽ തിരിച്ചു വരണമെന്ന് കരുതിയിട്ടേ പിന്നെ ഒരു 4-5 മണിയായപ്പോഴേക്കും ഞങ്ങൾക്ക് ബ്രോസ്റ്റ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാളും ഒപ്പാണ് മാളിക്കുന്ന് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആര്യമ്പാറ റോട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓള് പിന്നെ അങ്ങനെ നേരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒരു പേക്ക് പാല് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. അതിനാല് പെട്ടിട്ടുണ്ടായിരുന്നു. എവിടെ കയറിയാൽ ഈ പെണ്ണിന് ഒരു ലോഡ് മുട്ടായി വേണം. അങ്ങനെ അത് അവളുടെ കണ്ണ് പൊട്ടിയിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു മുട്ടായി വാങ്ങിക്കൊടുത്ത് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആ കട വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ അത് വീട്ടിലെത്തിയപ്പോൾ മോളെ എനിക്ക് ആ പേക്കത്തെ മുട്ടായികൾ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.